ഹരി ഓം. അദ്വൈതാമൃതം 30ാമത്തെ ആഴ്ചയാണ്. എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ഗുരുസ്തുതിയും ദൈവദശകവും പാരായണം ചെയ്ത് തുടങ്ങാം. അതിനായി യശോദാദേവിയൊക്കെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹരി ഓം. ഹരി ഓം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ദൈവദശകം. ദൈവമേ കാത്തുകൊള്ളുക, കൈവിടാതിന്നു ഞങ്ങളെ. നാവികൻ നീ ഭവാപ്തിക്കോരാവി വന്തോണി നിൻപദം. ഒന്നൊന്നായെണ്ണി എണ്ണി തൊട്ടെന്നും പൊരുളൊടുങ്ങിയാൽ നിന്നീടും തൃക്കു പോലുള്ളം നിന്നിലസ്പന്ദമാകണം. അന്നവസ്ത്രാദിമുക്താതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയല്ലോ സൃഷ്ടിയും സൃഷ്ടവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാരും. നീ സത്യം ജ്ഞാനമാനന്ദം. നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതും മൊഴിയുമോ നീ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പുകഴ്ത്തുന്നു ഞങ്ങളങ്ങേ. ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ. ദീനാവന പരായണ ജയിക്കുക ചിദാനന്ദ. ദയാസിന്ധോ ജയിക്കുക. ആഴമേറും നിൻ മഹസ്താമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം എന്നും. വാഴണം വാഴണം സുഖം. ദൈവമേ കാത്തുകൊള്ളുക, കൈവിടാതിന്നു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ദിക്കു രാവി വന്തോണി നിൻപദം. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. ഹരി ഓം. ഹരി ഓം. അടുത്തത് ആത്മോപദേശ ശതകം ആലാപനം. പ്രേമലതാക്ക 39-40, പങ്കജാക്ഷണൻ 41-42. ഹരി ഓം പ്രേമലതാക്ക. ഹരി ഓം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.
ആത്മോപദേശ ശതകം ശ്ലോകം 39-40. അരുളിയ ശക്തികളെ തുടർന്ന് രണ്ടാം പിരിവിവയിൽ സമതൻ വിശേഷമേകം വിരതി വരാ വിഷമാ വിശേഷമൊന്ന് ഇത്തരമിവ രണ്ടു തരത്തിൽ ആയിടുന്നു. സമയിലും അന്വയിലും സദാപി വന്നിങ് അമരുവതുണ്ട് അതിൻ വിശേഷശക്തി. അമിതയതാകിലുമാകെ രണ്ടിവറ്റിൻ ഭ്രമകലയാഖിലം പ്രമേയമാകും. ശ്ലോകം 41. ഇത് കുടമെന്നതിലാദ്യമാം ഇതെന്നുള്ളതു വിഷമാ കുടമോ വിശേഷമാകും. മതി മുതലായ മഹേന്ദ്രജാലം ഉണ്ടാവതിനിതു താൻ കരുവെന്നു കണ്ടിടേണം. ഇതമറിവെന്നതിലാദ്യമാം ഇതെന്നുള്ളതു സമതന്റെ വിശേഷമാണു ബോധം. മതി മുതലായവയൊക്കെ മാറി മേൽ സദ്ഗതി വരുവാൻ ഇതിനെ ഭജിച്ചിടേണം. ഹരി ഓം. അടുത്തത് ഓമനക്കുട്ടിയൊക്കെ പിണ്ട നന്ദി ചൊല്ലുന്നു. ഹരി ഓം. ഹരി ഓം. നമസ്തേ. എല്ലാവർക്കും നമസ്തേ. ശ്രീനാരായണ ഗുരുദേവൻ എന്നാൽ രചിക്കപ്പെട്ട ഒരു ശ്രേഷ്ഠമായ കൃതിയാണ് പിണ്ടനന്ദി. ഗർഭത്തിൽ വെച്ചു ഭഗവാൻ അടിയന്റെ പിണ്ടം എപ്പേരുമൻപൊടു വളർത്ത കൃപാലുവല്ലി. കൽപ്പിച്ച പോലെ വരുമെന്നു നനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടും നടിയനോ ഒക്കെ അങ്ങു ശംഭോ. മണ്ണും ജലം കനലും അമ്പരമോടു കാറ്റും എണ്ണി പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി ദണ്ഡപ്പെടുത്തുമൊരു ദേവതയിങ്കൽ നിന്ന് എൻ പിണ്ടത്തിനെന്റെ മൃദു നൽകി വളർത്ത ശംഭോ. കല്ലിനകത്തുകൂടി വാഴുമൊരൽപ്പജന്തു ഒന്നല്ല നിന്റെ കൃപയെന്നറിയിച്ചിടുന്നു. അല്ലിക്കുടത്തിലമരും അമരേന്ദ്രനും മറ്റെല്ലാരും ഇങ്ങിതിലിരുന്നു വളർന്നിടുന്നു. ബന്ധുക്കളില്ല ബലവും ധനവും നിനക്കിൽ എന്തൊന്നു കൊണ്ടിതു വളർന്നതഹോ വിചിത്രം. എന്തമ്പുരാന്റെ കളിയൊക്കെ ഇതെന്നറിഞ്ഞാൽ അന്ധത്വമില്ലതിനു നീ അരുളീടു ശംഭോ. 4-5 മാസം ഒരുപോൽ നയനങ്ങൾ വെച്ചു കാലന്റെ കയ്യിൽ അണയാതെ വളർത്തി നീയേ. കാലം കഴിഞ്ഞു കരുവിങ്കലിരുന്നു ഞാൻ അക്കാലം നനച്ചു കരയുന്നിതു കേൾക്ക ശംഭോ. രേതസ്സു തന്നെ ഇതു രക്തമൊടു കലർന്നു നാദം തിരണ്ടൊരുവതായി നടുവിൽ കിടന്നേൻ. മാതാവും ഇല്ല അവിടെ അന്ന് പിതാവുമില്ല
എൻ താതൻ വളർത്തിയവനാണിവനെന്നു ശംഭോ. അന്നുള്ള വേദന മറന്നതു നന്നുണർന്നാൽ ഇന്നിങ്ങു തന്നരിയിൽ വീണു മരിക്കുമയ്യോ. പൊന്നപ്പനന്നു പൊറിവാതിലൊരഞ്ചുമിട്ട് തന്നിട്ടു തന്നെ ഇതു നിന്നറിയുന്നു ശംഭോ. എൻ തള്ള എന്നെ അകമേ ചുമടായി കിടത്തി വെന്തുള്ളഴിഞ്ഞു വെറുതെ നെടുവീർപ്പുമിട്ട് നൊന്തിങ്ങു പെറ്റു നരി പോലെ കിടന്നു പോവും. എന്താവതിങ്ങടിയനൊന്നരുളേടു ശംഭോ. എല്ലാം അറിഞ്ഞു ഭവാനിവനെന്നെടുത്തു ചൊല്ലേണമോ. ദുരിതമൊക്കെ അകറ്റണേ നീ. ഇല്ലാരും ഇങ്ങടിയനങ്ങൊഴിയുന്നുവെങ്കിൽ എല്ലാം കളഞ്ഞെരുതിലേറി വരും ശംഭോ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഹരി ഓം. ഇനി ആത്മോപദേശ ശതകം തുടരാനായി ബ്രഹ്മശ്രീ സാന്താനന്ദ സ്വാമിജികളെ എല്ലാ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹരി ഓം. സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ആത്മോപദേശ ശതകത്തിലെ 42 ശ്ലോകങ്ങളാണ് സാമാന്യമായിട്ട് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. 43-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം സുകൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു. വികൃതി വിടുന്നതിനായി വേല ചെയ്വീൽ അകൃതി ഫലാഗ്രഹമറ്ററിഞ്ഞിടേണം. പ്രകൃതി പിടിച്ച് ചുഴറ്റിടും പ്രകാരം. പ്രകൃതി നമ്മളുടെ ഈ പ്രപഞ്ചത്തിൽ ഉള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിഭാസം, നമ്മൾ നേച്ചർ എന്നൊക്കെ പറയുന്നതാണ്. അത് മായയായിട്ടാണ് പൊതുവെ നമ്മൾ നമ്മുടെ വേദാന്ത ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആധ്യാത്മിക ലോകത്ത് സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പ്രകൃതി. പുരുഷൻ, പ്രകൃതി. പുരുഷൻ എന്നുള്ളത് ഈ നിശ്ചലമായിട്ടുള്ള ചൈതന്യവും പ്രകൃതി എന്ന് പറയുന്നത് സ്പന്ദിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് രണ്ടും ബ്രഹ്മം തന്നെയാണ്. പക്ഷെ ഒന്ന് ഇവിടെ കൂടുതൽ നമ്മളെ പ്രലോഭിപ്പിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊന്നോ, അതിന് മായ എന്നൊക്കെ പറയും. പല പേരുകളിൽ അത് അറിയപ്പെടുന്നു. ഉപനിഷത്തിലും അല്ലെങ്കിൽ മഹർഷിമാരൊക്കെ വളരെ സർവ്വസാധാരണമായിട്ട് പറഞ്ഞിട്ടുള്ള ഈ മായയുടെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് അഘടന ഘടന പടിയസി യാ സാ മായ എന്നാണ്. ഇല്ലാത്തത്
ഉണ്ടാക്കി കാണിക്കുക എന്നുള്ളതാണ് ഈ മായയുടെ അല്ലെങ്കിൽ പ്രകൃതിയുടെ പ്രധാനപ്പെട്ട പണി. അപ്പോൾ ആ പ്രകൃതി പിടിച്ച് ചുഴറ്റിടും പ്രകാരം, ചുഴറ്റുക എന്ന് പറയുന്നത് നമ്മളെ വട്ടം കറക്കുക എന്നുള്ളതാണ്. നമ്മുടെ വലിയൊരു ചുഴി, വലിയ ജലാശയങ്ങളിലൊക്കെ നമ്മൾ കാണാം. ഒഴുക്കുള്ള ജലാശയത്തില്, അതുകൂടാതെ തന്നെ കടലുകളിലും പല സ്ഥലങ്ങളിലും ചുഴി കാണാം നമുക്കിങ്ങനെ. ആ ചുഴിയിൽപ്പെട്ടാൽ പിന്നെ ഒരിക്കലും അതിൽ നിന്ന് വെളിയിൽ വരാൻ പറ്റാത്ത അതിശക്തമായിട്ടുള്ള ചുഴിയാണ്. അതുകൊണ്ട് ചില നദികളിൽ സംഗമിക്കുന്ന സ്ഥലം, ഇപ്പൊ ഞങ്ങൾ ഒരിക്കൽ നേപ്പാളിൽ പോകുമ്പോൾ ഗണ്ഡകി നദി അത് സംഗമിക്കുന്ന ഒരു സ്ഥലമുണ്ട്, നാരായണി നദിയായി. വലിയ ഒഴുക്കാണ്, 2 ഒഴുക്കുള്ള നദികൾ സംഗമിക്കുന്ന സ്ഥലമാണ്. അപ്പൊ പൊതുവെ അവിടെ നീന്തൽ അറിയാവുന്നവർ പോലും അതിനകത്ത് പരീക്ഷണത്തിന് ഇറങ്ങില്ല. പക്ഷെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു യാത്രക്കാരൻ നീന്തൽ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. അയാള് ഇറങ്ങി കുളിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനിടയ്ക്ക് ഒരു ചുഴിയിൽ പെട്ടുപോയി. അപ്പോ രക്ഷിക്കാൻ പറ്റില്ല, ആർക്കും സാധാരണഗതിയിൽ രക്ഷിക്കാൻ പറ്റില്ല. കാരണം അറിവുള്ളവരാരും ആ ചുഴിയിലേക്ക് എടുത്തു ചാടി അയാളെ രക്ഷിക്കാൻ ശ്രമിക്കില്ല. കാരണം അയാളുടെയും കൂടി ആ ജീവൻ അപകടത്തിലാണ്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഈ ചുഴിയിൽ നിന്ന് പെട്ടെന്ന് എടുത്തെറിയപ്പെട്ട പോലെ അയാള് പുറത്തേക്ക് വന്നു. എല്ലാവർക്കും വലിയ അതിശയമായിപ്പോയി. അപ്പൊ അതൊരു ഈശ്വരാനുഗ്രഹം എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇവിടെ ഈ പ്രകൃതി നമ്മളെ ഈ ചുഴിയില് ചുഴറ്റും. അപ്പൊ അങ്ങനെ ചുഴറ്റുന്നതനുസരിച്ച്, നമ്മളെ വട്ടം കറക്കുന്നതനുസരിച്ച് സുകൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു. സുകൃതികൾ, നമുക്ക് നല്ല കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളുകളെയാണ് സുകൃതികൾ എന്ന് പറയുന്നത്. അപ്പൊ ചിലര് ഉപാസനയൊക്കെ ചെയ്ത് സിദ്ധികൾ പോലും ഉണ്ടായിരിക്കാം. അവരുടെ ആ ദേവതാ ഉപാസനയുടെ ബലമനുസരിച്ച് ആ ദേവതയെ ചിലപ്പോൾ അവർ കാണുന്നുണ്ടാവാം. ആ ദേവതയുടെ അനുഗ്രഹം ഉണ്ടാകാം. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവാം. ഇതൊക്കെ ഉണ്ട്, സാധാരണ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ അവര് പോലും അഹോ ചുഴന്നിടുന്നു എന്ന് പറയാണ്. അപ്പൊ ഇങ്ങനെ നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന സുകൃതികൾ പോലും ഈ മായയിൽപ്പെട്ട് ചുഴന്ന് വട്ടം കറങ്ങി പോവുകയാണ്. അപ്പോ 99% ഉപാസന ചെയ്യുന്ന ഉപാസകന്മാർ, പ്രത്യേകിച്ച് ദേവതാ ഉപാസന ചെയ്യുന്നവര്, അവർക്ക് ഈ ദേവതാ ലോകം വിട്ട് വേറൊരു ലോകത്തെക്കുറിച്ച്, വേറൊരു സത്തയെക്കുറിച്ച് അവർക്കറിയില്ല. അവർ ഈ ഒരു പരിമിതമായിട്ടുള്ള ഒന്നിൽ മാത്രമാണ് അവര് ശ്രദ്ധിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് സിദ്ധികൾ ഉണ്ടാകാം. അത്രമാത്രം ഡെഡിക്കേഷനോടുകൂടി ഉപാസന ചെയ്യുമ്പോൾ, ഒരുപക്ഷെ ഈ ജന്മത്ത് മാത്രമല്ല, മുൻ ജന്മങ്ങളിലൊക്കെ അവരൊരുപാട് പരിശ്രമം ഉപാസനയൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവാം. പക്ഷെ ആ ഉദ്ദേശിച്ച പോലെ അവർക്ക് ആ ജന്മത്ത് ഫലം കിട്ടാതെ വന്നപ്പോ ആ ചിന്തയോടുകൂടി മരിച്ചു പോവുകയും പിന്നെ വീണ്ടും ജനിച്ചു കഴിഞ്ഞപ്പോൾ ആ ചെയ്ത, എവിടെയാണ് കർമ്മം ചെയ്ത് നിർത്തിയിരിക്കുന്നത് ആ സ്ഥലത്ത് നിന്നും തുടങ്ങാൻ വേണ്ടിയിട്ട്, അതുപോലെ ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോ അഭിജായതേ, അങ്ങനെ നല്ല ശുദ്ധമായിട്ടുള്ള ശുചീനാം ശ്രീമതാം ഗേഹേ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ മാതാപിതാക്കൾക്ക് നല്ല രീതിയിലുള്ള അന്ധകരണ ശുദ്ധിയും അല്ലെങ്കിൽ അതുപോലെ ബാഹ്യമായിട്ടുള്ള ഇതൊക്കെ ഒത്തുവന്നിട്ടുള്ള അച്ഛൻ്റെയും അമ്മയുടെയും മകനോ മകളോ ആയിട്ടൊക്കെ അവർ ജനിക്കും. അപ്പൊ അങ്ങനെ ജനിച്ച് അവർ ഈ ഉപാസന ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടിന്യൂ ചെയ്യും. അവർ ചെറിയ പ്രായത്തിൽ തന്നെ അവർ ചിലപ്പോൾ
ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ അവർ ഉപാസന ചെയ്യുകയും ആ ദേവത അവർക്ക് പ്രത്യക്ഷമാകുകയും അവർ ചോദിക്കുന്ന മുൻ ജന്മങ്ങളിൽ ചെയ്തു വെച്ചിട്ടുള്ള ആ ആഗ്രഹങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള അവസരം അപ്പോഴാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് അവരുടെ പരിമിതമായിട്ടുള്ള അറിവുകൾ വെച്ച് അവര് ആ സിദ്ധികളൊക്കെ ഉപയോഗിച്ച്, ഉദാഹരണം പറയുകയാണെങ്കിൽ മറ്റൊരാളുടെ മനസ്സ് വായിക്കുക എന്ന് പറയുന്ന ഒരു സിദ്ധിയാണ്. പക്ഷെ അതും ആത്മസാക്ഷാത്കാരവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ ഈ വിവരം അറിയുന്നവർ വളരെ കുറവാണ്. അപ്പോ ഈ മറ്റൊരാളുടെ മനസ്സ് വായിക്കാൻ കെൽപ്പുള്ള ഒരു സിദ്ധിയുള്ള ഒരാള് അവരുടെ മനസ്സ് വായിക്കുകയും അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യും. ചിലര് അവരുടെ പാസ്റ്റും മനസ്സിലാക്കാൻ കഴിയുന്ന ആളായിരിക്കാം. അപ്പൊ അങ്ങനെ കഴിഞ്ഞതും വരാൻ പോകുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് പലരും അതിൽ വീണുപോകും. അങ്ങനെ ഭക്തന്മാർ വരികയും ഭക്തന്മാരും സാവധാനത്തിൽ ഈ വ്യക്തിയെ പുകഴ്ത്താൻ തുടങ്ങുകയും ചെയ്യും. അപ്പൊ ഗുരു തന്നെ വേറെ ശിവശതകത്തിൽ പറയുന്നുണ്ട്, സ്തുതി പറഞ്ഞിടുമെങ്കിൽ അനാരതം മുദിതരാകും അശേഷ ജനങ്ങളും. അപ്പൊ സ്തുതി പറയുകയാണെങ്കിൽ ദേവന്മാരുൾപ്പെടെ അവര് സന്തോഷിക്കുകയാണ്. അങ്ങനെ ആ സ്തുതിയുടെ ആ സന്തോഷത്തിൽ നിന്നാണ് നമ്മൾക്ക് അനുഗ്രഹമൊക്കെ തരുന്നത്. അപ്പോ അങ്ങനെ ദേവതകളെ പോലും സ്തുതിച്ച് ആണ് മനുഷ്യര് കാര്യം സാധിക്കുന്നത്. അപ്പോ ഈ ദേവതാ സിദ്ധിയുള്ള ആളെയും ഈ വരുന്ന ഭക്തന്മാര് സ്തുതിക്കും, അവരെ പുകഴ്ത്തും. നിങ്ങൾ വലിയ ആളാണ്, നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ വേറെ ഏത് വഴിക്ക് പോയേനെ. അങ്ങനെയൊക്കെ പല രീതിയിൽ അറിയാമല്ലോ എല്ലാവർക്കും. സ്തുതി പറയാനായിട്ട് മറ്റൊരാളെ പുകഴ്ത്തി പറയുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് പുകഴ്ത്തി പറയും, ഒരു കാര്യം ഉണ്ടാവില്ല. പക്ഷെ സ്വന്തം കാര്യം നേടാൻ വേണ്ടിയിട്ടാണ് അവരെ പുകഴ്ത്തി പറയുന്നത്. അതുപോലെ തന്നെ സന്യാസിമാരായാലും ശരി, അവരെയൊക്കെ ഒരുപാട് പുകഴ്ത്തി കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടൊക്കെ വരും. പക്ഷെ അവര് സത്യം പറയുമ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അതായത് സത്യത്തെക്കുറിച്ചുള്ള ഉണ്മ എന്താണ്, തൻ്റെ റിയൽ ആയിട്ടുള്ള നേച്ചർ, അപ്പൊ അത് മനസ്സിലാക്കാൻ ഇന്ന രീതിയിലൊക്കെ സാധന ചെയ്യണം, ഇന്ന പോലെ പുസ്തകങ്ങൾ പഠിക്കണം, നിരന്തരം മനസ്സിനെ ഒബ്സർവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാലൊന്നും അവർ കേൾക്കൂല, അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അവർക്ക് സ്തുതി മാത്രമേ ഇഷ്ടപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് ഒരിക്കൽ തമിഴ്നാട്ടിലെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് രാമസ്വാമി നായ്ക്കർ, അദ്ദേഹം നിരീശ്വരവാദിയാണ്. അദ്ദേഹം പറയുകയായിരുന്നു, കോവിലിരിക്കുന്ന ദൈവങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവിടെ ആരും പോകില്ല എന്ന്. അപ്പോ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോഴാണ് അയാൾ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. എന്തുകൊണ്ടാണ് ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോയി ഓരോ കാര്യങ്ങള് ചോദിക്കുന്ന ആളുകൾ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. എനിക്ക് ഇന്ന കാര്യം സാധിക്കണം, ഇന്ന കാര്യം സാധിക്കണം, എൻ്റെ അയൽവക്കത്തിരിക്കുന്ന ആള് ശരിയല്ല, അല്ലെങ്കിൽ മറ്റേ ആൾക്ക് ഇന്നൊരു പണി കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും സംസാരിക്കുന്ന ദൈവമാണെങ്കിൽ പറയും, നീ അങ്ങനെ ചെയ്യരുത്, അത് ശരിയല്ല. അങ്ങനെ ശരിയല്ല എന്ന് പറഞ്ഞാൽ ആ സെക്കൻഡ് തുടങ്ങി പിന്നെ അവിടെ ഈ ഭക്തൻ പോകത്തില്ല. അതുകൊണ്ടാണ് രാമസ്വാമി നായ്ക്കർ പറഞ്ഞത്, കോവിലിരിക്കുന്ന ഈശ്വരന്മാർ സംസാരിക്കാൻ തുടങ്ങിയാൽ അവിടെ ആരും പോകില്ല എന്ന്. അപ്പൊ എല്ലാ കോവിലുകളും ടെമ്പിൾ ഷ്രൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മതസ്ഥരുടെയും സ്ഥലമാണ് ഈ പറയുന്നത്, ഈശ്വരനെ വെച്ച് പൂജിക്കുന്ന എല്ലാവരും. അപ്പോ അത് സത്യമാണ്. എന്തുകൊണ്ടാണ് അതൊക്കെ സംഭവിക്കുന്നത്? ഈ നമ്മൾ ഇവിടെ സ്തുതി പറഞ്ഞ് നമ്മൾ വഴിതെറ്റി പോവുകയാണ്. സ്തുതി മാത്രമേ നമുക്ക് ഇഷ്ടമുള്ളൂ. നമ്മളെ ആരും കറക്റ്റ് ചെയ്യുന്നതോ കുറ്റപ്പെടുത്തുന്നതോ അതൊന്നും ഇഷ്ടമല്ല. പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിൽ ഒന്നും നമുക്ക് ഒട്ടും ഇഷ്ടം ഉണ്ടാവില്ല. പിന്നെ പ്രായമായി കഴിയുമ്പോൾ നമുക്ക് തോന്നും, ഞാനെല്ലാം പഠിച്ച ആളാണ്, ഇനി എനിക്കൊന്നും പഠിക്കാനില്ല, അതുകൊണ്ട് എന്നെ ഉപദേശിക്കണ്ട. അപ്പൊ കൊച്ചുമക്കളൊക്കെ ചിലപ്പോൾ അപ്പൂപ്പനോടും അമ്മൂമ്മയോടൊക്കെ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അറിഞ്ഞുകൂടെങ്കിൽ അവർ ദേഷ്യപ്പെടും. അത് പക്ഷെ അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ദേഷ്യപ്പെടുന്നതെന്ന് അറിവുള്ളവർക്കറിയാം. പക്ഷെ അത് കുട്ടികളുടെ മുമ്പിൽ കാണിക്കില്ല. അപ്പൊ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളും ചോദിച്ചേക്കരുതെന്നൊക്കെ പറയണം. അപ്പൊ ഇങ്ങനെ ഏത് സ്ഥലത്ത് നമ്മൾ നോക്കുമ്പോഴും ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്.
അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നാണ് ഗുരു പറയുന്നത്. അപ്പൊ ഞാൻ പല ഉദാഹരണങ്ങൾ സൂചിപ്പിച്ചെങ്കിലും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഈ പ്രകൃതി നമ്മളെ പിടിച്ച് ചുഴറ്റുകയാണ്. അപ്പൊ നല്ല ഉപാസകന്മാരായിട്ടുള്ള ആളുകളെ പോലും അത് ചുഴറ്റുകയാണ്. ഇനി അറിവുള്ള പണ്ഡിതന്മാരായിട്ടുള്ള വലിയ പണ്ഡിതന്മാരുണ്ട്. ഇത് സംസ്കൃത പണ്ഡിതന്മാരുണ്ട്, വേദാന്തത്തിൽ ഷഡ്ദർശന ആചാര്യന്മാരുണ്ട്. അങ്ങനെ നമ്മൾ ഏത് സ്ഥലത്ത് നോക്കിയാലും വലിയ വലിയ വിദ്വാൻമാരൊക്കെയാണ്. അവരൊക്കെ ഈ സുഹൃതികളിലൊക്കെ പെടും. അപ്പൊ അവരെയും നമ്മൾ സ്തുതിച്ചു കഴിഞ്ഞാൽ, എത്ര വലിയ പണ്ഡിതനായാലും നിരന്തരം നമ്മളൊന്ന് സ്തുതിച്ചു നോക്കി, അയാള് പതിയെ അയാളുടെ മനസ്സ് മാറും. അയാളും വിചാരിക്കും ഞാൻ വലിയൊരാളാണ്, ഞാൻ സ്വയംസ്വമാണ്, പക്ഷെ ഞാൻ ആരുമല്ല, ഇതെല്ലാം എന്നിൽ ആരോപിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്, ഞാൻ ഇതിനെല്ലാം സാക്ഷിയായിരിക്കുന്ന ചൈതന്യമാണ് എന്നുള്ള ആ അവയർനെസ്, ആ അവബോധം നമുക്ക് സൂക്ഷിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മൾ ഈ ചുഴിയിൽപ്പെട്ടിരിക്കുകയാണ്, ഈ മായയുടെ ചുഴിയിൽപ്പെട്ടിരിക്കുകയാണ്. അപ്പോ അങ്ങനെ ഒരു ദുരന്തത്തിൽ നമ്മൾ പെട്ടുപോകരുത് എന്ന് ആണ് ഇവിടെ മഹർഷി ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോ അഹോ സുഹൃതികൾ പോലും അഹോ എന്ന് പറയുമ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള ആശ്ചര്യമാണ്, അല്ലേ? അവര് പോലും എന്നാണ് പറയുന്നത്. അപ്പൊ അത്രമാത്രം അതിശക്തമാണ് ഈ മായ, ഈ പ്രകൃതി. അപ്പൊ നമ്മള് അതുകൊണ്ട് അറിഞ്ഞുകൊള്ളണം, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കണം. എന്താണ്? വലിയ വലിയ ആളുകൾ ഉൾപ്പെടെ ഉന്നതമായിട്ടുള്ള, അപ്പൊ ആധ്യാത്മികമായിട്ടുള്ള ഈ അറിവിന്റെയും അതുപോലെ തന്നെ സാധനയിൽ നിന്ന് ലഭിക്കുന്ന സിദ്ധിയുടെയും ഒക്കെ ബലത്തിൽ നമ്മൾ വലിയ ഉയരങ്ങളിൽ ആണ് സഞ്ചരിക്കുന്നതെന്ന് വിചാരിച്ചു പോയാലോ അത് ഭയങ്കര ആഴത്തിലേക്കുള്ള പതനമായിരിക്കും. ആദ്യം നമ്മൾ തിരിച്ചറിയില്ല, പക്ഷെ താഴെ വീണ് തകർന്നു കഴിയുമ്പോഴായിരിക്കും അറിയുന്നത്. ഞാൻ ഒരിക്കല് ഗംഗോത്രിയില് സാധന ചെയ്യുന്ന ഒരു കാലം, വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു എന്താണ് സിദ്ധിയുള്ള ഒരാളുടെ ശിഷ്യൻ. അപ്പോ അവര് പറയുന്നത് ഈ ഗുരുവിന്റെ അടുത്ത് നിൽക്കുന്ന ആളുകളാണ്, അവരൊക്കെ അംശാവതാരങ്ങളാണെന്നാണ് അവരെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ എന്തോ ഒരു പ്രശ്നം വന്ന് ഇവര് തമ്മില് തെറ്റി, ഈ ഗുരുവും ശിഷ്യനും തമ്മിൽ തെറ്റി. അങ്ങനെ അദ്ദേഹം ഇനി ഹിമാലയത്തിൽ പോയി ശരീരം ഉപേക്ഷിച്ചേക്കാം എന്നുള്ള ഒരു തലത്തിലേക്ക് അദ്ദേഹം അവിടെ വരികയാണ്. അപ്പൊ ഞാനായിട്ട് ഇങ്ങനെ സംസാരിച്ചു. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ ഇതുവരെയും എന്തൊക്കെയാണെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ആരുമല്ല. അപ്പോ ഈ കൂടെയുള്ള ഭക്തന്മാരും ശിഷ്യന്മാരും എന്നൊക്കെ അഭിമാനിക്കുന്ന ആളുകള് ഈ ഇങ്ങനെയുള്ള ഗുരുക്കന്മാരെയൊക്കെ അവർ ഒരുപാട് പുകഴ്ത്തും. ആ പുകഴ്ത്തലിൽ വീണുപോയല്ല, അതിന്റെ അർത്ഥം നമ്മൾ ഈ മായയിൽ പെട്ടു എന്നുള്ളതാണ്. അപ്പൊ വളരെ, അതുകൊണ്ട് പറയും സുരസ്യധാര, ഈ എന്താണ് ക്ഷുരകന്റെ വാൾത്തലയിലൂടെ, കത്തിയുടെ ആ തലത്തിലൂടെ അല്ലെങ്കിൽ ആ ഒരു എഡ്ജിലൂടെ കടന്നു പോകുന്ന പോലെയാണ്. അത്രമാത്രം ഷാർപ്പായിരിക്കും, തെറ്റിയാൽ എല്ലാം തകരും, വളരെ മൈന്യൂട്ടായിട്ടുള്ള. അപ്പോ അങ്ങനെയുള്ള ഈ ശ്രദ്ധയോടുകൂടി ഇരുന്നാൽ മാത്രമേ ഈ മായയെ നമുക്ക് തരണം ചെയ്യാൻ പറ്റുള്ളൂ എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ പല പല അനുഭവങ്ങളും നമ്മുടെ ചുറ്റുപാട് നമുക്കുണ്ടാകും, നമുക്ക് തന്നെ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടും ഈ മായ നമ്മളെ പിടികൂടാതെ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ അതിനെന്താണ് പോംവഴി പറഞ്ഞിരിക്കും? വികൃതി വിടുന്നതിനായി വേല ചെയ്യുകയില്ല. അപ്പോ ഈ വികൃതി വിടുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വേല ചെയ്യണം. വേല എന്ന് പറഞ്ഞാൽ കൂലിവേലയല്ല, മറിച്ച് നമ്മുടെ സാധന, ഈ ഫലാഗ്രഹം അറിഞ്ഞിടണം. അപ്പൊ ഈ ഫലാഗ്രഹം നമ്മൾ പറയുന്നുണ്ടല്ലോ, ഈ കർമ്മം ചെയ്യണം. കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ
നമുക്ക് കർമ്മം ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ ഫലത്തെ ഇച്ഛിക്കാൻ പാടില്ല. അത് വരുമ്പോഴോ അത് അറ്റാച്ച്മെന്റ് ഉള്ള കർമ്മമായി മാറും. പക്ഷെ നമുക്ക് വേണ്ടുന്നത് എന്താണ്? അറ്റാച്ച്മെന്റ് ഉള്ള കർമ്മമല്ല, നമുക്ക് അറ്റാച്ച്മെന്റ് ഇല്ലാത്ത കർമ്മമാണ് വേണ്ടത്. അപ്പോൾ അതിനെയാണ് ഫലാഗ്രഹം അറ്റ് നമ്മൾ ഈ അകൃതി, ഈ നമുക്ക് കർമ്മം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് പോകണമെങ്കിൽ കൃത്യമായിട്ട് ഈ രീതിയിൽ അറ്റാച്ച്മെന്റ് ഇല്ലാതെ നമ്മൾ കർമ്മങ്ങൾ ചെയ്യാനായിട്ട് പറ്റണം. അതുകൊണ്ടാണ് നമ്മൾ വലിയ റിയലൈസ്ഡ് സോൾസ് അവരൊക്കെ ഇവിടെ കർമ്മം ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നാം. ഈ അജ്ഞാനത്തിൽ പ്രകൃതിയിൽപ്പെട്ട് കിടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനികൾ കർമ്മം ചെയ്യുന്നു എന്ന് ഒരു തോന്നൽ അവർക്കുണ്ട്. പക്ഷെ ജ്ഞാനികൾ ഒരിക്കലും കർമ്മം ചെയ്യുന്നില്ല. കാരണം ജ്ഞാനി എന്ന് പറയുന്നത് തന്റെ സ്വരൂപത്തെ കൃത്യമായി തിരിച്ചറിഞ്ഞതാണ്. സ്വരൂപം എന്താണ്? ഒരു കാലത്തും മാറാതിരിക്കുന്ന ആ ചൈതന്യം, സാക്ഷിഭാവമാണ്. അവിടെ കർമ്മവും അകർമ്മവും ഒന്നുമില്ല. അവിടെ അത് ടോട്ടലായിട്ട് സാക്ഷിഭാവത്തിലാണ്. അപ്പോ അങ്ങനെ തന്റെ സ്വരൂപത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഈ മായാലോകത്ത്, ഈ പ്രകൃതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഫലാഗ്രഹം ഇല്ലാതെ ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിൽ ആഗ്രഹമില്ലാതെ നമ്മൾ കർമ്മം ചെയ്യുക, ജസ്റ്റ് കർമ്മം ചെയ്യുക, അത്രേ ഉള്ളൂ. അതിനകത്ത് യാതൊരു ആഗ്രഹം. അങ്ങനെ വരുമ്പോഴോ ഈ വികൃതി വിട്ടുപോകും, ഈ മായ നമ്മളെ വിട്ടുപോക്കുള്ളൂ. അപ്പോ അങ്ങനെ അത് സ്വാഭാവികമായിട്ട് എപ്രകാരമാണോ നമ്മൾ ഈ മത്തയും കുമ്പളവും അതുപോലെയുള്ള വള്ളിയിൽ പടരുന്ന ഇതെല്ലാം നല്ല ഫലങ്ങളൊക്കെ പാകമായി കഴിഞ്ഞാൽ ഞെട്ട് തനിയെ അടർന്ന് മാറിപ്പോകും. ഉർവാരികമിവ ബന്ധനാത് എന്ന് പറയും. അപ്പോ ആ ബന്ധനങ്ങൾ സ്വാഭാവികമായിട്ട് പാകപ്പെടുമ്പോൾ, പക്വമാകുമ്പോൾ അടർന്നു പോകും. അപ്പൊ ഇവിടെ ആ പക്വത ലഭിക്കാനായിട്ടാണ് പറയുന്നത്. അത് നമ്മൾ വേറെ രീതിയിൽ പറയും, എന്താണ്? കർമ്മയോഗം എന്ന് പറയും. ആ കർമ്മയോഗം എന്ന് പറയുന്നത് ഈ വികൃതിയെ വിടുന്നതിന് വേണ്ടിയിട്ട്, ഈ പ്രകൃതിയിൽ അറ്റാച്ച്മെന്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ആശ്രമങ്ങളിൽ പൊതുവെ നമ്മൾ ഈ കർമ്മയോഗം എന്ന് പറയുന്നത് ആശ്രമങ്ങളിൽ പോകുമ്പോൾ, തന്റെ ഗുരുസ്ഥാനത്ത് ചെല്ലുമ്പോൾ അവിടെ ചെയ്യുന്ന എല്ലാ ജോലികളും അത് ജോലിയല്ല, മറിച്ച് എന്താണ്? സേവ. ഇപ്പൊ രാഷ്ട്രസേവ അല്ലെങ്കിൽ ഗുരുസേവ, ആശ്രമസേവ എന്നൊക്കെ പറഞ്ഞിട്ട് യാതൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ അവിടെ കർമ്മം ചെയ്യാണ്, സേവ ചെയ്യാണ്, ജോലി ചെയ്യാണ്. അപ്പൊ ജോലി എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ട്. കർമ്മയോഗത്തിലോ, നമ്മുടെ ഈ വികൃതി വിടുന്നതിനായിട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലോ യാതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ 100% നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലെന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അവിടെയും നമ്മൾക്ക് എനിക്ക് ജ്ഞാനമുണ്ടാകണം, സാക്ഷാത്കാരം ഉണ്ടാകണം എന്നുള്ള അതിതീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം, ഒരു ഇച്ഛ അവിടെ കിടപ്പുണ്ട്. പക്ഷെ അതിനകത്ത് മറ്റുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിയുമ്പോൾ ഒന്നിൽ നമ്മൾ പരിപൂർണമായിട്ട് സ്വതന്ത്രനാണ് എന്നുള്ള അറിവിലേക്ക് നമ്മൾ ചെയ്യുന്ന കർമ്മം, മറ്റേത് വീണ്ടും അവിടെ ബന്ധനത്തിലേക്കുള്ള കർമ്മം. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടുന്നത് കർമ്മങ്ങൾ കൂടാൻ വേണ്ടിയിട്ടുള്ള കർമ്മമല്ല, മറിച്ച് കർമ്മങ്ങൾ ഇല്ലാതാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എല്ലാ മഹാത്മാവും, ശ്രീനാരായണ ഗുരുദേവനും വിവേകാനന്ദ സ്വാമികളും രാമകൃഷ്ണനും ചട്ടമ്പി സ്വാമികളും അതുപോലെയുള്ള എല്ലാ മഹാത്മാക്കളും അവര് നമ്മൾക്ക് വേണ്ടി, ഈ മാലോകർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അത് അവരൊരു എന്താണ്, ഒരു ലീലയായിട്ടാണ്, വെറും ഒരു കളിയായിട്ട്. അതിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അത് അവരുടെ ഒരു ഉയർന്ന തലം. അപ്പം അതേ ഉയർന്ന തലത്തിൽ പോകുമ്പോഴും ഈ കിടക്കുന്ന ജനങ്ങൾ അവരും അവരുടെ സ്വരൂപത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് പരിപൂർണ സ്വതന്ത്രന്മാരായിട്ട് ഇവിടെ കഴിയണം. പക്ഷെ അവര് ഈ അറിവില്ലാത്തത് കൊണ്ട് ഈ പ്രകൃതി ഇവരെ പിടിച്ച് ഇങ്ങനെ ചുഴറ്റി വിടുകയാണ്. അപ്പോ ഇങ്ങനെ വീണ്ടും പുനരഭി ജനനം, പുനരഭി മരണം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അത് വരാൻ പാടില്ല. അതുകൊണ്ട്
ഉള്ള വേലയാണ്, അതിനു വേണ്ടിയുള്ള ജോലിയാണ് നമ്മൾ ചെയ്യേണ്ടുന്നത്. അതുകൊണ്ട് ആശ്രമങ്ങളിലൊക്കെ പോകുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവിടെ സേവ ചെയ്യണം. ആരെയും നോക്കിയിട്ടല്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവനവന്റെ ഉദ്ധരേത് ആത്മനാത്മാനം എന്ന് പറയുന്ന പോലെ അവനവന്റെ മനസ്സിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ മാത്രമേ നമ്മുടെ കൃത്യമായിട്ടുള്ള സ്വരൂപത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പൊ ആ രീതിയിൽ, പക്ഷേ പലപ്പോഴും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആശ്രമങ്ങളിൽ നമ്മൾ കാണാം, പണം ഉണ്ടാവും ധാരാളം. അപ്പോ അവിടെ കുറെ പണം കൊണ്ട് കൊടുക്കും. അപ്പൊ അവരെല്ലാവരും വലിയ കാര്യമായിട്ട്, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ അവരൊക്കെ വലിയ കാര്യമായിട്ട് പണം തരുന്ന ആളെന്നുള്ളത് കൊണ്ട് അവരെല്ലാവരും, എല്ലാ ഭാരവാഹികളും ഒക്കെ ലൈനായിട്ട് നിൽക്കും. കാരണം അവർക്ക് വേണ്ടുന്നത് പണമാണ്. പക്ഷേ അപ്പൊ ഇദ്ദേഹത്തിന് എന്ത് പറ്റും? ഇദ്ദേഹത്തിന് ആ ഈഗോ ഡെവലപ്പ് ചെയ്യും. എന്നെ ആശ്രയിച്ചാണല്ലോ ഇവരൊക്കെ നിൽക്കുന്നത്, എനിക്ക് ഇത്രയൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള അതിൽ നിന്നുള്ള ഈഗോ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യും. ചിലർ പറയും, ഞാൻ ഒരുപാട് ഇത് ചെയ്യുന്നുണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ ആരും പറയുന്നില്ല എന്ന് പറയും. പക്ഷെ അവര് തന്നെ അറിയാതെ ഇത് പല സ്ഥലത്തും ഇന്ന പേരിൽ ഇന്നതുപോലെ ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള ഭാവം വരും. പക്ഷെ വളരെ അപൂർവം ചിലർ മാത്രമാണ് ഈ ഞാനെന്ന ഭാവത്തോട് ഇല്ലാതെ ഈ വികൃതി വിടുന്നതിന് വേണ്ടി സേവ ചെയ്യുന്നത്. അപ്പൊ നമ്മളൊക്കെ ഓരോരുത്തരും ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുക. നമ്മൾ ചെയ്യുന്ന സേവനം അത് എത്രമാത്രം ആത്മാർത്ഥമാണ്? അത് ആത്മാർത്ഥമാണോ? അതോ ഒരു നാടകമാണോ? നമ്മൾ നാടകമാണ് എങ്കിൽ നമുക്ക് വീണ്ടും ഇനി എത്രയോ ജന്മങ്ങൾ ജനിക്കേണ്ടി വരുന്നു ഈ ആശ്രമത്തിലും, അല്ലെങ്കിൽ ഗുരുവിനെ പറ്റിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളത്തരം പറയല്ലേ. അപ്പോ നിഷ്പക്ഷമായിട്ട് നമുക്ക് യാതൊരുവിധ പക്ഷഭേദവുമില്ലാതെ നമ്മുടെ മനസ്സിനെ കൃത്യമായി ആ നിർമ്മലമായിട്ടുള്ള ആ ഒരു തലത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ സേവനങ്ങളെല്ലാം. അപ്പൊ നമ്മൾ ജോലി ചെയ്യും, വേറെ സ്ഥലത്ത് ജോലിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പണം കിട്ടും. ആ പണത്തിന്റെ ഒരു വിഹിതം നമ്മള് ഇതിനു വേണ്ടിയിട്ട് ഇത് ചെയ്യാണ്. നമ്മുടെ പുണ്യം നമുക്ക് സമ്പാദിക്കാനും അതേപോലെ വികൃതി വിടുന്നതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും അതിനെ ഒന്നുകൂടി വിശകലനം ചെയ്ത്, എന്തെങ്കിലും ഞാൻ എന്ന ഭാവത്തോടു കൂടിയാണോ നമ്മൾ സേവ ചെയ്യുന്നത്, പണം കൊടുക്കുന്നത്, ദക്ഷിണ കൊടുക്കുന്നത്, ഇങ്ങനെ എല്ലാത്തിലും നമ്മളൊന്ന് നിരന്തരം നമ്മുടെ ധ്യാനത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ ധ്യാനിച്ച് കഴിയുമ്പോൾ നമ്മൾ ബാഹ്യമായിട്ടുള്ള തലത്തിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇതൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും വിശകലനം ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ടും ശുദ്ധമാകുന്നത്. ഇനിയൊരു ജന്മം ഇങ്ങോട്ട് വരാതെ ആ പരമ്പൊരുളുമായിട്ട് ലയിച്ച് നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം സുകൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു, വികൃതി വിടുന്നതിനായി വേല ചെയ്യുവീൽ അകൃതി ഫലാഗ്രഹം മറ്ററിഞ്ഞിരണം. അപ്പൊ അങ്ങനെ ഒരു അറിവിലേക്ക് നമുക്ക് എല്ലാവർക്കും എത്തിപ്പെടുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ഗുരു പറയാണ്. അപ്പൊ നമ്മളും അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഹൃദയത്തെ തുറന്നു വെക്കുക, നമ്മുടെ മുൻവിധികളെയൊക്കെ മാറ്റി വെക്കുക. ആ രീതിയിൽ നമ്മളെ ദിവസവും ആ ധ്യാനത്തിന്റെ അവസാന ഭാഗത്ത്, അതല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുന്നതിന്റെ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇതെല്ലാം നമ്മളൊന്ന് ഓർത്ത് എന്തൊക്കെയാണ് നമുക്ക് ഇനി കളയേണ്ടത്, അതേപോലെ വിടാതെ സൂക്ഷിക്കേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഒബ്സർവേഷൻ നമുക്ക് അനിവാര്യമാണ്. അങ്ങനെ ദിവസവും നമ്മൾ അങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ മനസ്സിന്റെ, നമ്മുടെ ഇന്ദ്രിയങ്ങളിലെ ഒക്കെ പരിമിതികളും അത് നമ്മൾ എത്രമാത്രമാണ് വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നതും എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഈ തിരിച്ചറിവുണ്ടാക്കി തരുന്ന മനസ്സും ബുദ്ധിയും ഒക്കെ ചില സമയത്ത് അങ്ങനെ അങ്ങ് സ്ട്രക്കായി പോകും. കാരണം അവർക്ക് അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മുടെ സത്സംഗം നിരന്തരമായിട്ട് ഉണ്ട് എങ്കിൽ നമുക്കതിൽ വലിയ അപകടം പറ്റാതെ നമുക്ക് രക്ഷപ്പെട്ടു പോകാം. അപ്പൊ നിരന്തരമായിട്ടുള്ള ഈ സത്സംഗം, ഗുരുവുമായിട്ടുള്ള സത്സംഗം നമ്മളെ എത്രയും പെട്ടെന്ന് നമ്മളെ
ഉയർന്ന നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തിലേക്ക് അടുപ്പിക്കുമെന്നുള്ളതാണ് അനുഭവം. തീർച്ചയായിട്ടും അതിനൊക്കെ എല്ലാവർക്കും സാധിക്കട്ടെ. നമ്മൾ അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ ഗുരു കുറച്ചുകൂടി പറയാണ്, പല മതസാരവും ഏകം എന്ന് പാരാത് ഉലകിൽ ഒരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവത് കണ്ട് അലയാതെ അമർന്നിടേണം. അപ്പൊ ഗുരു വേറൊരു വലിയൊരു ആശയത്തെ, വലിയൊരു തത്വത്തെ ഗുരു വെളിപ്പെടുത്തുകയാണ്. പല മതസാരവും ഏകം. എല്ലാ മതങ്ങളുടെയും സാരം ഒന്ന് തന്നെയാണ് എന്ന് പാരാതെ, അതായത് അത് അന്വേഷിക്കാതെ. തമിഴ് വാക്കാണ്. ഉലകിൽ ഒരാനയിൽ അന്ധരെന്ന പോലെ. ഗുരുവിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. ആനയിൽ അന്ധരെന്ന പോലെ. അപ്പോ അതിന് നമ്മൾ പറയുന്നത്, ഒരു അന്ധനായാലും അനേകം അന്ധന്മാരായാലും, അപ്പൊ അതിന് നമ്മൾ സാധാരണ പറയാറുണ്ട്, 4 അന്ധന്മാർ ആനയെ കാണാൻ പോയി. അതിലൊരാള് ആനയെ തൊട്ടു നോക്കിയിട്ട് പറഞ്ഞു, ആന വലിയ പാറ പോലെയാണ് ഇരിക്കുന്നത്. വേറൊരാള് കാലിൽ പിടിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ആന തൂണു പോലെയാണ്. പിന്നെ ചെവിയിൽ പിടിച്ചു നോക്കിയ ആള് ആന മുറം പോലെയാണ്. അപ്പൊ ഇങ്ങനെ അന്ധന്മാരായിട്ടുള്ള ആളുകൾ ആനയെ തപ്പി നോക്കി അവര് പറഞ്ഞ അഭിപ്രായങ്ങളാണ്. പക്ഷേ അതുപോലെ ഇതിന്റെ സാരം, ഈ മതം എന്ന് പറയുന്നത് അഭിപ്രായോ മതം നാമ മഹതാം തത്വവേദിന. തത്വവേദി എന്ന് പറഞ്ഞാൽ ആത്മസാക്ഷാത്കാരം നേടിയ മഹാത്മാവാണ്. അങ്ങനെ ആ സാക്ഷാത്കാരം നേടിയ ആളുകളുടെ, മഹാത്മാക്കളുടെ അഭിപ്രായമാണ് ശരിക്കുള്ള മതം എന്ന് പറയുന്നത്. അപ്പൊ മതം, അഭിപ്രായം എന്ന് പറഞ്ഞാലും ആത്യന്തികമായിട്ടുള്ള ആ മതം, അതാണ് അവർ പറയുന്നത്. എല്ലാ മത ആചാര്യന്മാരും മതഗ്രന്ഥങ്ങളും അനുശാസിക്കുന്നത് ഒരേ ഈശ്വരനെയാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോരുന്ന അദൃശ്യമായിട്ടുള്ള ഈശ്വരനെ കുറിച്ചാണ് എല്ലാ മതഗ്രന്ഥങ്ങളും പ്രതിപാദിക്കുന്നത്. അപ്പൊ അത് തിരിച്ചറിയാതെ, അതാണ് പറഞ്ഞത്, പല മതസാരവും ഏകം എന്ന് പാരാതെ, എന്ന് നമ്മൾ കൃത്യമായിട്ട് അതിനെ അന്വേഷിക്കാതെ ഉലകിൽ അപ്പോ ആനയെ കാണാൻ പോയ അന്ധരെ പോലെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല? പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവത് കണ്ട് അലയാതെ അമർന്നിടണം. അങ്ങനെ പാമരന്മാരായിട്ടുള്ള ആളുകളെ കണ്ടല്ല നമ്മൾ മുന്നോട്ട് പോകേണ്ടത്, മറിച്ച് ഇതിന്റെ സാരം ഒന്നാണ് എന്ന് കണ്ട് വേണം കണ്ട് അലയാതെ അമർന്നിടണം. അപ്പൊ നമ്മുടെ അമരുക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ അടക്കം, മനസ്സിന്റെ ചാഞ്ചല്യമില്ലാതെ നിർത്തേണ്ട അവസ്ഥ. അപ്പോൾ ഇങ്ങനെ പല രീതിയിലും യുക്തികൾ പറയുന്നത്, കാരണം പ്രത്യേകിച്ച് ഈ ആത്മവിഷയത്തെ കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ വളരെ സൂക്ഷിക്കണം. അപ്പോ നമ്മളുടെ ഈ ലോകത്ത് എത്രയോ മതങ്ങളുണ്ട്, അതിന്റെ പിരിവുകളുണ്ട്. ഇതിന്റെ സത്ത ഒന്നാണ്. ഇപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ ആലുവ അദ്വൈതാശ്രമത്തില് ലോകത്തിലേക്ക് ആദ്യമായിട്ട് ഷിക്കാഗോയിൽ നടന്ന സമ്മേളനമാണ്. പക്ഷേ അന്ന് വിവേകാനന്ദ സ്വാമിക്ക് അതിൽ പങ്കെടുത്തതാണ്. പക്ഷെ അന്ന് അതൊരു സർവമത സമ്മേളനം എന്നുള്ള രീതിയിലല്ല, എല്ലാ മതങ്ങളുടെയും ഒരു മീറ്റിംഗ്. അതിനകത്ത് ചില ഇത് മാത്രം ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് പറയാൻ വേണ്ടി, സമർത്ഥിക്കാൻ വേണ്ടി ഒന്നിച്ചുകൂടിയ ഒരു മീറ്റിംഗ് ആണ്. അതിൽ വിവേകാനന്ദ സ്വാമിയുടെ പ്രസംഗത്തോടു കൂടി അതെല്ലാം തകിടം മറിഞ്ഞു. അപ്പോ
ഗുരു ഇവിടെ ആലുവ അദ്വൈതാശ്രമത്തിൽ വിളിച്ചു കൂട്ടിയത് കൃത്യമായിട്ടുള്ള അവബോധത്തോടു കൂടിയായിരുന്നു. മറ്റേത് ഒരു ക്രിസ്ത്യൻ തലത്തിൽ അത് വിളിച്ചു കൂട്ടി. ഇവിടെ എന്ന് പറയുന്നത് ഒരു മഹർഷി, കാരണം ഈ സാക്ഷാത്കാരം നേടിയ ഒരു മഹർഷി ഇങ്ങനെ ഒരു പല മതങ്ങളുടെ സാരം ഒന്നാണെന്ന് ലോകത്തിന്റെ മുൻപിൽ തെളിയിക്കുവാനായിട്ട്, അത് കൃത്യമായിട്ട് അവതരിപ്പിക്കുവാനായിട്ട് വിളിച്ചുകൂട്ടിയ ഒരു സമ്മേളനം, അത് ആലുവ അദ്വൈതാശ്രമത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ ആ രീതിയിലുള്ള കൃത്യമായ വിഷനോട് കൂടിയ, ദർശനത്തോടു കൂടിയ ഒരു സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയത് ശ്രീനാരായണ ഗുരുദേവൻ ആലുവ അദ്വൈതാശ്രമത്തിലാണ്. അപ്പോ ആ സ്ഥലത്ത് ഗുരു ഇങ്ങനെ എഴുതി വെച്ചിരുന്നു, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ്. അവിടെ ഗുരു കൃത്യമായിട്ട് സൂചിപ്പിച്ചു, ഓരോ മതങ്ങളിലുള്ള വ്യക്തികൾ അവരവരുടെ മതസാരത്തെ ഈ പൊതുജനങ്ങളോട് പറഞ്ഞാൽ മതി. അങ്ങനെ എത്രയെത്ര മതങ്ങളുണ്ടെങ്കിലും അതിന്റെ സാരത്തെ ഈ വന്നിരിക്കുന്ന ജനങ്ങളോട് പറയുമ്പോൾ അവർക്ക് എല്ലാ മതത്തെയും കുറിച്ചുള്ള മതസാരത്തെ അവർക്ക് ബോധ്യമാകുകയാണ്. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ, നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, അതുപോലെ തന്നെ ലോകരാജ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഈ ആശയത്തെ അറിവുള്ളവരുടെ മുൻപിൽ നമുക്കിത് അവതരിപ്പിക്കാം. അങ്ങനെ അവതരിപ്പിച്ച് വന്നാൽ മാത്രമേ ഈ മതകലഹം ഇല്ലാതാകുകയുള്ളൂ എന്ന് ഗുരു നേരിട്ട് അനുഭവിച്ച കാര്യമാണ്. അതുകൊണ്ടാണ് ഗുരു അവിടെ ഇതൊക്കെ എഴുതി വെക്കുകയും വലിയ വലിയ പ്രഗത്ഭന്മാരെയൊക്കെ വിളിച്ച് അവരവരുടെ മതത്തെക്കുറിച്ചുള്ള പഠനം, അതിന്റെ സാരത്തെ ഈ പൊതുവായിട്ട് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങളോട് പറയുവാനും പറയുന്നു. അപ്പൊ അവർക്ക് മനസ്സിലാവുകയാണ്. അപ്പോ ഇങ്ങനെ മനസ്സിലാക്കേണ്ടതിന് പകരം വീണ്ടും വീണ്ടും കുയുക്തികൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ച് ഇവിടെ ചോരപ്പുഴകൾ ഒഴുക്കിയിട്ട് എന്ത് കാര്യം? അപ്പൊ അതേപോലെ കുയുക്തികൾ പറഞ്ഞ് പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലയാതെ, അപ്പൊ അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള യുക്തികളൊക്കെ പറഞ്ഞ് അല്ല ജീവിക്കേണ്ടത്, മറിച്ച് എന്ത് ചെയ്യണം? അറിവിന്റെ ആ ഒരു തലത്തിൽ മനസ്സിനെ അമർത്തിയിടണം, അല്ലെങ്കിൽ ആ സ്വാഭാവികമായിട്ട് അമർന്നിടണം. ഈ വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ നമ്മൾ അവസാനിപ്പിച്ച് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കണം. ഇപ്പൊ ഇന്ദ്രിയങ്ങളാണ് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോ അതിന്റെ ദോഷവശങ്ങൾ കൃത്യമായി നമ്മളത് മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അപ്പോ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ ചുവടുവയ്പ്പാണ്. തന്നെയുമല്ല, ആധ്യാത്മികമായിട്ട് നമുക്ക് അമരുവാനും, നമ്മുടെ സ്വരൂപം ഇന്നതാണെന്ന് തിരിച്ചറിയുമ്പോൾ പിന്നെ നമ്മൾക്ക് വേറെ എങ്ങും ഓടിപ്പോകാനും തോന്നില്ല. അപ്പോ ഗുരുവിന്റെ ഈ സൂക്ഷ്മമായിട്ടുള്ള ഒരു അന്വേഷണ ത്വര, അതെന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള എല്ലാ ഗുരുക്കന്മാർക്കും സൂക്ഷ്മമായിട്ടുള്ള തലത്തിൽ ഭയങ്കരമായിട്ടുള്ള നിരീക്ഷണം അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യും. ഇപ്പൊ നമ്മുടെ ഉപനിഷത്തും ഗീതയും ഒക്കെ അങ്ങനെ തന്നെയാണ്. അതിന്റെ സാരമാണ് ശരിക്കും ഈ പറഞ്ഞ പോലെ ആത്മോപദേശ ശതകം. അപ്പൊ അതിൽ ഓരോ ശ്ലോകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വളരെ വളരെ സൂക്ഷ്മമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളുവാനും ഒക്കെ നമുക്ക് സാധിക്കും. ഒരുപക്ഷെ നമ്മൾ ഒരുപാട് വർഷങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടാവാം. ഒരുപാട് വർഷത്തിൽ ചിലപ്പോൾ ഒരു 50 വയസ്സ് 60 വയസ്സൊക്കെ വരെ നമ്മൾ ഈ സത്യത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് അലഞ്ഞിട്ടുണ്ടാവാം, ഒരുപാട് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. ചിലർക്ക് പഠിച്ചാൽ മനസ്സിലിരിക്കാതെ ഇരിക്കുന്നുണ്ടാവാം. അപ്പോ ഇങ്ങനെ പല പല രീതിയിലാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് മാറ്റി
നമ്മളുടെ ശരിയായ രീതിയിലേക്ക് നമ്മുടെ സ്വരൂപത്തെ നമുക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വളരെ ചുരുങ്ങിയ ആയുസ്സിൽ നമുക്ക് ഇരിക്കാൻ പറ്റുമോ? അപ്പോ അതല്ലാതെ നമ്മൾ വീണ്ടും വീണ്ടും ഈ മായയുടെ ചുഴിയിൽപ്പെട്ട് നമ്മൾ ഇവിടെ അലയണം. അപ്പോ ഏതൊക്കെ യുക്തികൾ ഏതിനെ കുറിച്ചൊക്കെ പറഞ്ഞാലും നമുക്ക് അതിൽ നിന്നൊക്കെ നമുക്ക് വെളിയിൽ നിശബ്ദനായിട്ട് സ്ഥിതപ്രജ്ഞനായിട്ട് ഇരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പൊ അത്രമാത്രം സൂക്ഷ്മത നമുക്ക് ഇതിന് ആവശ്യമുണ്ട്. നമുക്ക് എളുപ്പത്തിലൊന്നും ഇത് അങ്ങനെ നമുക്ക് സ്വാംശീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. അത് നമ്മൾ ആദ്യം, അതുകൊണ്ടാണ് ആത്മോപദേശ ശതകവും ഭഗവത്ഗീതയും ഉപനിഷത്തും ഒക്കെ എത്ര വട്ടം നമ്മൾ കേട്ടാലും അപ്പോഴൊക്കെ അതിനൊരു പുതുമയുണ്ടാവും. നമ്മൾ ഒരു ഡയറക്ഷനിലല്ല നമ്മൾ ഇതിനെ കാണുന്നത്. ഒരുപക്ഷെ ഇപ്പോഴത്തെ ഒരു മൂഡിൽ നമ്മൾ ഒരു ഡയറക്ഷനെ കുറിച്ച് പറയുന്നു, പക്ഷെ അടുത്ത നിമിഷം അടുത്ത ഒരു മൂഡ് വരുമ്പോൾ അത് വേറൊരു ഡയമെൻഷനിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഭഗവത്ഗീത കൃഷ്ണൻ ഉപദേശിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോ പിന്നീട് ഒരു സന്ദർഭത്തില് അർജുനൻ ചോദിക്കുന്നുണ്ട്, അളിയ അന്ന് ഇതൊക്കെ പറഞ്ഞു തന്നെങ്കിലും എനിക്കത് കൃത്യമായിട്ടൊന്നും മനസ്സിലായില്ല, അതുകൊണ്ട് ഒന്നുകൂടിയും എനിക്ക് പറഞ്ഞു തരണം. അപ്പൊ കൃഷ്ണൻ പറയാണ് അത് നടക്കൂല, കാരണം ഞാൻ അന്നൊരു യോഗ നിലയിലായിരുന്നു. ആ യോഗ നില ഇപ്പൊ ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? അത് മനസ്സിന്റെ ചില സന്ദർഭങ്ങളിൽ ആ ഉദാത്തമായൊരു തലത്തിലേക്ക് നിന്നുകൊണ്ടാണ് അത് പറയുന്നത്. അത് എപ്പോഴും ആ ഒരു മൂഡ് കിട്ടണമെന്നില്ല. കാരണം ഈ കാലദേശങ്ങളുടെ ഉള്ളിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യന് രൂപം എടുത്ത് ഇതൊക്കെ ചെയ്യുമ്പോൾ അവിടെ ചില പരിമിതികളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇത് മനസ്സിലാക്കി നമ്മൾ പോകണം. അപ്പോൾ മഹാത്മാക്കളാണ്, സാക്ഷാത്കാരം നേടിയവരാണ്, അവർക്ക് എന്തുകൊണ്ട് എപ്പോഴും ഒരു മൂഡില്ല എന്നൊക്കെ നമ്മൾ ചോദിക്കാം. നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മുടെ അജ്ഞാനികൾ ചോദിക്കാം. അത് നമ്മൾ സ്വയം ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ അറിയാം നമ്മുടെ മൂഡ് എപ്പോഴൊക്കെ ഏതെല്ലാം രീതിയിലാണ്. മറ്റൊരാൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും നമ്മൾ അവരെ ഇത് ചെയ്യും. ചിലപ്പോൾ നമുക്ക് അറിയില്ല അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് അറിയില്ല. ഇനി അതൊരാൾ പറയുമ്പോഴോ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ഒരു ഗ്രേറ്റ്നെസ്, അല്ലെ? അപ്പൊ അങ്ങനെ ഏതെല്ലാം തലങ്ങളിൽ ഏതെല്ലാം ഭാവങ്ങളിലൊക്കെയാണ് ഇത് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോ ശരിക്കുമുള്ള ഈ ബ്രഹ്മവിദ്യ അല്ലെങ്കിൽ ആത്മവിദ്യ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വായത്തമായി, കാണാതെ പഠിക്കുക എന്നുള്ളതല്ല, അപ്പോ അതിനെ നമ്മൾ സ്വായത്തമാക്കി കഴിഞ്ഞാൽ, സ്വാംശീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ജീവിതം ഈ മായാലോകത്ത് നമുക്ക് വളരെ സുഖമായിട്ട്, ആ മായ പിന്നെ നമ്മൾ ഒരിക്കലും തീണ്ടുകയില്ല, ആ മായ നമ്മൾ പിടിക്കില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ സ്വയം പ്രകാശമാണ് എന്നുള്ള ആ തിരിച്ചറിവ് നമുക്കുണ്ടായി. അങ്ങനെ നമുക്ക് അമരുവാനായിട്ട് സാധിക്കണമെന്നാണ് ഗുരു പറയുന്നത്. അപ്പൊ ഈ ഈശ്വരന്മാരെ കുറിച്ച് പല പല ഈശ്വരന്മാരുണ്ടോ, ദേവതകളുണ്ടോ? അപ്പൊ ഇതിനൊക്കെ വ്യക്തമായിട്ട് അവർ മഹർഷിമാർ ഉത്തരം പറയാണ് അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ എന്നാലും ഇത് നമുക്ക് വീണ്ടും അങ്ങനെ ഉണ്ട് എന്നുള്ള തോന്നലിൽ നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്യാനും പിടിക്കാനൊക്കെ പോകും. അപ്പോൾ ഇവിടെ അതൊക്കെ ഓരോ മതങ്ങളാണ്. ആ ഏത് മതമായാലും ഈശ്വരനെ അന്വേഷിച്ചു പോകുന്ന ഏതും എന്താണ്? അതിന്റെ സത്ത ഒന്ന് തന്നെയാണ്. ഇനി ഭൗതികവാദം നമ്മൾ എടുത്തു നോക്കിയാലോ, ഈ മായാവാദം അല്ലെങ്കിൽ ഈ നമ്മുടെ മെറ്റീരിയൽ എന്താണ് ഈ ഭൗതികവാദികളായിട്ടുള്ള ആളുകൾ അവര് പറയുന്നത് നമ്മൾ നോക്കിയാലും നമ്മുടെ ശാസ്ത്രജ്ഞന്മാരൊക്കെ കണ്ടുപിടിച്ചു നോക്കിയാലും ഇവിടെ അവര് ജഡമെന്ന് തോന്നുന്ന ഒന്നിനെ അവർ മൈക്രോസ്കോപ്പിലൂടെയും അതുപോലെ വളരെ മൈന്യൂട്ടായിട്ട് ഇതിന് തരംതിരിച്ചു അറിയുന്ന ആ ഉപകരണങ്ങളുടെയൊക്കെ ഇതിൽ വെച്ച് നോക്കുമ്പോൾ ഇതിനെ നശിപ്പിക്കാൻ പറ്റാത്ത, എല്ലാത്തിനെയും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നിനെ അവർക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. പക്ഷെ അവർ സമ്മതിക്കത്തില്ല. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള ഭൗതികവാദികൾ പോലും ചെന്നെത്തുന്നത് ഈ അഖണ്ഡമായിട്ടുള്ള ആ ചൈതന്യത്തിലാണ്. അത് തന്നെയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോരുന്നത് എന്ന് തിരിച്ചറിയാനുള്ള. കാരണം ഇവരുടെയൊക്കെ അറിവെന്ന് പറയുന്നത് ഈ ബാഹ്യമായിട്ടുള്ള
ഉപകരണങ്ങൾ കൊണ്ടോ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു അനുഭവമാണ് വേണ്ടുന്നത്. പക്ഷെ മഹർഷി പറയുന്ന അങ്ങനെയല്ല. ഇതൊക്കെ അതിന്റെ അപ്പുറത്തേക്ക് അതിന്റെ ആന്തരികമായിട്ടുള്ള തപസ്സിലൂടെ, അതായത് മനസ്സിനെ ആ രീതിയിൽ ഏകാഗ്രപ്പെടുത്തി ആ ഒരു ഉയർന്ന തലത്തിലേക്ക് സംയമനം ചെയ്യാന്നൊക്കെ പറയും. അങ്ങനെ പോയിട്ട് കണ്ടെത്തിയിട്ടുള്ള സത്യങ്ങളൊന്നും ആർക്കും മാറ്റിമറിക്കാൻ പറ്റില്ല. അതിനെ ഏത് രീതിയിൽ അടിച്ചമർത്താൻ ശ്രമിച്ചാലും അതിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാലും നടക്കാത്തതാണ്. അതുകൊണ്ട് തന്നെ അത് സനാതനമാണ്. അപ്പൊ ഈ സനാതനമായിട്ടുള്ള സത്യത്തെ, ഓരോരുത്തരുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന ആ സത്യത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് മഹർഷിമാർ ഏതെല്ലാം രീതിയിലുള്ള ഉദാഹരണങ്ങൾ നമുക്ക് നൽകുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ശരിയായ രീതിയിൽ അതിനെ ഉൾക്കൊള്ളുവാനും അത് സ്വാംശീകരിക്കുവാനും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും നമുക്ക് സാധിച്ചാൽ അപ്പോ നമ്മൾ യഥാർത്ഥത്തിൽ ഗുരുക്കന്മാരുടെ അനുയായികളാകും, അവരുടെ ഭക്തന്മാരാകും. അപ്പോ അങ്ങനെ ഒരു മാനസികാവസ്ഥ, ഒരു ബൗദ്ധികമായിട്ടുള്ള തലം നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധന ചെയ്യുന്ന സമയത്തും നമുക്കത് ലഭ്യമാണോ? നമ്മുടെ മനസ്സ് ഈ പറഞ്ഞ പോലെയുള്ള പാമരന്മാരുടെ അഭിപ്രായം കണ്ട് വീണ്ടും അലയുകയാണോ? ഇതൊക്കെ നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. വല്ലവരുടെയും വർത്തമാനം കേട്ടുകൊണ്ട് നമ്മൾ ചിന്തിക്കാതെ അത് അംഗീകരിച്ചാൽ അതൊരു മഹത്തായ നഷ്ടമാണ്. അപ്പോൾ ഒരിക്കൽ ഞാൻ ചെന്നൈ ആശ്രമത്തിൽ ഉള്ളപ്പോ ഒരു ഭക്തൻ, അവിടെ വരുന്നൊരു ഭക്തനാണ്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് ധ്യാനത്തെക്കുറിച്ച് സ്വാമിജി ഒന്ന് പറഞ്ഞു തരണം. അപ്പൊ ഞാൻ പറഞ്ഞു, അതിനെന്താ കുഴപ്പം, പറഞ്ഞു തരാമല്ലോ. പക്ഷെ അവിടെ തന്നെ വേറൊരു ഇദ്ദേഹത്തിന് പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു. ആ വ്യക്തി പറഞ്ഞു, അതിന് സ്വാമിക്ക് ധ്യാനത്തെക്കുറിച്ചൊന്നും പറഞ്ഞു തരാൻ അറിയില്ലല്ലോ, അതുകൊണ്ട് അദ്ദേഹം എന്ത് പഠിപ്പിക്കും എന്ന് ചോദിച്ചപ്പോ ഈ വ്യക്തിക്ക് ഒരു കൺഫ്യൂഷനായി. സ്വാമിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ലെന്നാണ് മറ്റേയാൾ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നല്ല കാര്യം. അപ്പൊ നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയില്ല, വേറൊരാള് എന്നെ കുറിച്ചും തെറ്റായിട്ട് അയാൾക്കും എന്നെ കുറിച്ച് അറിയില്ല. അപ്പൊ അയാൾ പറയുന്നതിലാണ് നിങ്ങളുടെ വിശ്വാസം, അതുകൊണ്ട് അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോ നഷ്ടം ആർക്കാണ് സംഭവിച്ചത്? ഈ വ്യക്തിക്കാണ്. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നമ്മൾ അത് ശരിയായ രീതിയിൽ അന്വേഷിക്കാതെ ഒന്നിനെ സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരുപാട് സമയം, ഒരുപക്ഷെ ഒരു ജന്മമല്ല പല ജന്മങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോകാം. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് ഗുരു പറയുന്നത്, പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അവര് നമ്മളെ ഇവിടെ കറക്കും. അത് പ്രത്യേകിച്ച് മായയുടെ കൂടി ഒരു സ്വഭാവമാണ്. അങ്ങനെ കണ്ട് നമ്മൾ സമയം വേസ്റ്റ് ആക്കാതിരിക്കുക എന്ന് എടുത്ത് ഗുരു പറയാണ്. അപ്പൊ ശരിക്കുള്ള അറിവിൽ തന്നെ വേണം. അപ്പൊ നമുക്കിവിടെ ഇഷ്ടം പോലെ നല്ല തെളിച്ചമുള്ള ഗുരുക്കന്മാര് വിസിബിൾ ആയിട്ടുണ്ട്, അല്ലാതെയും അവരുടെ കൃത്യമായിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള വാണികളും കൂടി ഉണ്ട്. ഉപനിഷത്ത് വാണികൾ ഒക്കെ അത്ര തെളിച്ചമുള്ളതാണ്. പക്ഷെ അതിന്റെ മർമ്മം ഗ്രഹിക്കാത്തവർ അതെടുത്ത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എത്തിപ്പെടാൻ പറ്റാതെ പോവുകയാണ്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പൊ അത് തിരിച്ചറിയാനും നമുക്കൊരു ഗുരുകാരുണ്യം ആവശ്യമാണ്, ഈശ്വരാനുഗ്രഹം എന്നൊക്കെ പറയും. അപ്പൊ തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. പലമത സാരവും ഏകമെന്ന് പാരാതുലകിലൊരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ട് അലയാതെ അമർന്നിടേണം. ഏവർക്കും അതിന് സാധിക്കട്ടെ. തൽക്കാലം നമുക്കിവിടെ നിർത്താം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ അടുത്ത ഇതിലേക്ക് നമുക്ക് മാറാം. നമസ്തേ. ഹരി ഓം. ഹരി ഓം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്താൽ വിളിക്കാം. ഹരി ഓം സ്വാമിജി, നമ്മുടെ ഈ 44-ാമത്തെ ഇതില് പല മതം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് എല്ലാ മതം എന്ന് പറയാത്ത? അപ്പൊ ചില മതങ്ങൾ വ്യത്യാസമാണ് ആണോ? അല്ല, പല മതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലെന്റി ഓഫ് എന്നുള്ള അർത്ഥമാണ്. അത് നമുക്ക് ഇഷ്ടം പോലെ പല ഇഷ്ടംപോലെ മതങ്ങളുണ്ട്. അപ്പോ നമ്മളുടെ എന്താണ് ഈ നിരീശ്വരവാദം പോലും ഒരു മതമാണ്. അതാണ് എന്റെ കാര്യം. അപ്പോ
ക്രിസ്തുമതവും ഇസ്ലാം മതവും ജറദുഷ്ട്ര മതവും ബുദ്ധമതവും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അത് കിടപ്പുണ്ട്. അതേപോലെ തന്നെ ചാർവാകന്മാരുടെ മതവും ഷഡ്ദർശനങ്ങള് ഒന്ന് ചാർവാകന്റേതൊക്കെ ഉണ്ട്. അപ്പൊ നിരീശ്വരവാദം പോലും ഒരു മതമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഗുരു പറയുന്നത് പല മതസാരവും, ഏത് മതത്തിന്റെ സാരം, അതിന്റെ എസൻസ് നമ്മൾ എടുത്തു നോക്കിയാലും ഒന്ന് തന്നെയാണ്, ഒന്നിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് വേറെ വേറെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. മഹർഷിമാര് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ അത് ഡിക്ലെയർ ചെയ്ത് അവരുടെ അനുഭവത്തിൽ നിന്ന് അവർ പറഞ്ഞിട്ടുള്ളതാണ്. അതിന് ഈ ഗുരു മതങ്ങൾ അതിനെ ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു മാത്രം. ഓക്കെ വേറെ എന്താ ഈ ചോദിച്ചത്? മതങ്ങള് ഹിന്ദു എന്ന് പറഞ്ഞാല് ഭാരതത്തിൽ ഉണ്ടായ മതങ്ങൾ എല്ലാം അതിന്റെ സാരം ഒന്നാണെന്നാണോ പറയുന്നത്, അതോ ലോകത്തിലെ എല്ലാ മതങ്ങളും ആ, അങ്ങനെയാണോ? ലോകത്തിലെ എല്ലാ അത് മതങ്ങളും ഭാരതത്തിലുള്ളതും വെളിയിലുള്ളതും എല്ലാം അതിനകത്ത് വരും. ചെറിയൊരു ഇപ്പോ കാര്യം ഇതിലെ റിലേറ്റഡ് ആയിട്ട്, ആ, സോറി, ഈ ചെറിയൊരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അതില് ആ, ഈ ആ, ഗുരു പറഞ്ഞ ആ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്, അത് കഴിഞ്ഞിട്ട് അത് ആ. പൂർണ്ണമായിട്ട് പറയുമ്പോ എന്ന സനാതന ധർമ്മം എന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇല്ല ഗുരു? ഇല്ല 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 എന്താ അത് വെച്ചാൽ സനാതനമാണ്. ആ ഉം, അത് ആ അത് ശ്രീ ഒരു സന്ദേശം കൊടുക്കുമ്പോ, ഒരു ഉം, സ്ഥലത്ത് ഒരു സന്ദേശം കൊടുക്കുമ്പോൾ ഗുരു പറഞ്ഞു ഇതൊരു സനാതനമാണ്. കാരണം അത് ഒരിക്കലും നശിക്കാത്തൊരു സംഭവമാണ്. കാരണം ജാതിയും ജാതിയെക്കുറിച്ച് ദൈവത്തെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായ ഡെഫിനേഷനാണ് ഗുരു കൊടുത്തിരിക്കുന്നത്. മനുഷ്യാണം മനുഷ്യത്വം ജാതി എന്നുള്ളത് ഫിലോസഫിക്കലായിട്ട് കറക്റ്റാണ്. അതേപോലെ ബയോളജിക്കലായിട്ടും ഉണർന്നു പെറുമെല്ലാം ഒരു ഇനം ജാതിയെ പറയുന്നത്. അപ്പൊ അതൊരു സനാതനമായിട്ടുള്ള സത്യമാണ്. അത് ഒരിക്കലും മാറാൻ പറ്റാത്തതാണ്. അതുപോലെ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ നീ സത്യം ജ്ഞാനം ആനന്ദം എന്നും ദൈവദേശത്തിൽ പറയുന്നു. ഇത് തന്നെയാണ് നമ്മുടെ ഉപനിഷത്തിൽ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് പറയുന്നുണ്ട്. അതൊരിക്കലും നശിക്കാത്തതാണ്. അപ്പൊ ഇങ്ങനെയുള്ളത് ഒരു സനാതനമായിട്ടുള്ള തത്വമാണ്. ആ അർത്ഥത്തിൽ ഹരി ഓം. അങ്ങനെയാണ് അത് എടുക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഹരി ഓം. കിരൺ അണ്ണ, ഹരി ഓം. മായയുടെ ചുഴിയിൽ ഗുരുദേവൻ പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെ അത് പുറത്തു കിടന്നു? ഇല്ല, ഗുരു മായയുടെ ചുഴിയിൽ പെട്ടിട്ടില്ല. കാരണം ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പ് നമ്മൾ ഒരിക്കൽ സൂചിപ്പിച്ചിരുന്നു, ഈ ഗുരുക്കന്മാര്, ഇതുപോലെയുള്ള ചില ഗുരുക്കന്മാര് ഒരു കോൺഷ്യസ് ആയിട്ടാണ് ഈ മനുഷ്യ രൂപം എടുക്കുന്നത്. കാരണം മറ്റുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഗുരുവിന്റെ ജനന സമയത്ത് നമ്മൾ അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ഗുരു ജനിക്കുന്ന സമയത്ത് കരഞ്ഞിട്ടില്ല. സാധാരണ കുട്ടികൾ കരയും. എന്തുകൊണ്ടാണ്? ഈ മായ പിടിക്കുന്ന സമയത്താണ് ഈ കരച്ചിൽ വരുന്നത്. കാരണം വയറ്റിനകത്ത് ഇരിക്കുമ്പോൾ കുഞ്ഞിന് കൃത്യമായിട്ടുള്ള ബോധമുണ്ടെന്നുള്ളതാണ്. അതായത് തൻ്റെ ജന്മത്തെക്കുറിച്ചും താനിപ്പോ കിടക്കുന്ന അവസ്ഥയെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള അറിവ് ആ ഗർഭസ്ഥ ശിശുവിന് ഉണ്ടെന്നാണ്. അതുകൊണ്ട് ആ കുഞ്ഞ് വിചാരിക്കും ഇനി ഇതുപോലെ പെട്ടുപോകരുത് എന്ന് വിചാരിച്ചുകൊണ്ട് കിടക്കുമ്പോഴേക്കും ആള് പുറത്തേക്ക് വരേണ്ടി വരികയാണ്, മാസം തികഞ്ഞ് പുറത്ത്. അപ്പൊ ആ സമയത്താണ് ഈ മായ, അതോടെ എല്ലാം മറന്നു പോവാണ്. അതാണ് മായയുടെ ഒരു കളി. മറ്റേത് അതല്ല, ഗുരു ബോധപൂർവം തന്നെയാണ് പ്രത്യേകിച്ച് ഈ ലോകത്തിന് വെളിച്ചം കൊടുക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം വന്നാണ്. അതുകൊണ്ട് തന്നെ ഗുരു കരഞ്ഞില്ല. അതുപോലെ ഇഷ്ടംപോലെ സന്ദർഭങ്ങളുണ്ട് ഈ വക കാര്യങ്ങളൊന്നും മായയൊന്നും ഗുരുവിനെ പിടിക്കാതെ അതിന്റെ അപ്പുറത്ത് നിന്നുകൊണ്ട്. കാരണം പൂർണ്ണ നിയന്ത്രണം ആ ഗുരുവിനുണ്ടായിരുന്നു. ഗുരുവിന് സമാധി ആയാലും ശരി, ഗുരുവിന്റെ പ്രതിഷ്ഠകളായാലും ശരി, ദേവന്മാരെ പ്രതിഷ്ഠിക്കുമ്പോഴും അവിടെ മുഹൂർത്തം നോക്കാതെയും ഒക്കെ കൃത്യമായിട്ട് അവരെ ഇവിടെ വന്ന് ഇരിക്കാൻ പറയുകയാണ് മറ്റുള്ളവരെ പോലെ. അപ്പൊ മായയ്ക്ക് എപ്പോഴും അതിന്റെ അതീതനായിട്ട് തന്നെയാണ് ഗുരു ഉണ്ടായിട്ടുള്ളത്. ഹരി ഓം. രാജലക്ഷ്മി അക്ക. പിന്നെ നമ്മുടെ ഒരുപാട് മതങ്ങളുണ്ടല്ലോ. അപ്പൊ പിന്നെ മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, ജൈനമതം, ബുദ്ധമതം, ഇതിനെല്ലാവർക്കും സ്ഥാപകന്മാരുണ്ട്. അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന ഹിന്ദുമതമാണോ? ഹിന്ദുമതത്തിന് സ്ഥാപകനൊന്നും ഇല്ലല്ലോ. അല്ല, ഹിന്ദു മതം എന്ന് പറയാൻ തുടങ്ങിയത് ഈ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നതിന് ശേഷമാണ്. മറ്റുള്ള ഇവിടെ ഈ ഹിന്ദുസ്ഥാനം, നമ്മുടെ ഈ ഭാരതത്തില് സിന്ധു നദീതട സംസ്കാരമായിരുന്നു. അപ്പൊ ഇതിന്റെ അടുത്ത് താമസിച്ചിരുന്ന ആളുകളെയാണ് അങ്ങനെ. അപ്പൊ അവര്
ഹിന്ദുക്കൾ ഇവിടെ ഈ സ്ഥലത്ത് താമസിക്കുന്ന ആളുകളെ അവർ പറഞ്ഞു ഹിന്ദുക്കൾ. അവര് സനാതനമായിട്ടുള്ള ധർമ്മത്തെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇന്ന ഒരാള്, അതുകൊണ്ട് നമ്മുടെ വേദങ്ങൾ അപൗരുഷേയം എന്നാണ് പറയുന്നത്, മനുഷ്യനിർമ്മിതമല്ല. അതെന്തുകൊണ്ടാണ്? മഹർഷിമാര് അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഈ സനാതനമായിട്ടുള്ള ഈ തത്വത്തെ സാക്ഷാത്കരിച്ചവരാണ്. അവര് ഇത് ഞാൻ കണ്ടുപിടിച്ചതാണ് എന്നുള്ള ഒരു വ്യക്തി, ഒരു ചെറിയ പരിമിതിയിൽ നിന്നുകൊണ്ട് പറയുന്നവരല്ല. അവര് ഈ തത്വത്തെ അവർ കണ്ടെത്തി എന്ന് മാത്രമേ, തിരിച്ചറിയുന്നു മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ അവര് പുതുതായിട്ട് കണ്ടെത്തിയ ഒരു സംഭവമൊന്നുമല്ല. അപ്പോ അതുകൊണ്ട് തന്നെ ഈ പുറത്തു നിന്ന് വന്ന ആളുകൾ നമ്മളെ, ഇവിടെയുള്ള ആളുകളെ ഇന്നതുപോലെ പറഞ്ഞു എന്ന് പറഞ്ഞത് ഒരു മതമല്ല. നമ്മളതിനെ എപ്പോഴും അന്ന് തുടങ്ങി ഇന്ന് വരെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സനാതന ധർമ്മം എന്നാണ്. ഒരിക്കലും നശിക്കാത്ത ധർമ്മം. അതിവിടെ ആചാരാനുഷ്ഠാനങ്ങളായാലും ശരി, നമ്മുടെ ദർശനം, ഫിലോസഫി അല്ല, അത് ദർശനം എന്നാ പറയുന്നത്. അപ്പൊ ഫിലോസഫി എന്നുള്ള വാക്ക് വെസ്റ്റേൺ ഇതാണ്, ഇംഗ്ലീഷ് വാക്കാണെങ്കിലും അവര് അത് ഉദ്ദേശിക്കുന്ന ഒരു അർത്ഥമല്ല നമ്മുടെ ദർശനത്തിനുള്ളത്. കാണുക എന്നുള്ളതാണ്. അത് ഓൾറെഡി അവിടെ ഉണ്ട്, നമ്മൾ കണ്ടാൽ മാത്രം മതി. മറ്റേത് ഇങ്ങനെ കുറെ ഫിലോസഫിക്കലായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞ് ഇത് തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനോ ഒന്നും പറ്റാത്ത രീതിയിൽ കിടക്കുകയാണ്. പക്ഷെ ഇതിന്റെ ആ ശരിക്കുള്ള ഡിഫറൻസ് നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോഴേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും സനാതന ധർമ്മം എന്ന് തന്നെയാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. ഭാരതത്തിലാണ് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ളത്. ഏത്? നമ്മുടെ ഭാരതത്തിലാണ് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ളത്. ഈ ഹിന്ദു സ്ഥാനത്ത് താമസിക്കുന്നവരെല്ലാം ഹിന്ദുക്കളാണ്. അവരെ ക്രിസ്ത്യാനികളോട് താമസിച്ചാൽ അവർ ഹിന്ദുക്കളാണ്, മുസ്ലിങ്ങൾ താമസിക്കുമ്പോഴും ഹിന്ദുക്കളാണ്. അപ്പൊ ഈ ഭാരതത്തിൽ ഇവിടെ ആരാണോ ഹിന്ദുസ്ഥാനത്ത് താമസിക്കുന്നത് അവരെല്ലാം ആ രീതിയിൽ ഹിന്ദുക്കളാണ്. മറിച്ച് നമുക്ക് വേറെ രീതിയിലും പറയാം, ഈ ആശയത്തെ ആരൊക്കെയാണോ ഉൾക്കൊള്ളുന്നത് അവരെല്ലാം ഹിന്ദുക്കളാണ്. അതുകൊണ്ടാണ് ഫോറിനേഴ്സൊക്കെ ഇഷ്ടം പോലെ ഇവിടെ വന്ന് ഈ ധർമ്മത്തെ അവര് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ. കാരണം ഇതിനകത്ത് മാത്രമാണ് ആ പരിപൂർണമായിട്ടുള്ള സ്വാതന്ത്ര്യമുള്ളത്. നമുക്ക് നമ്മുടെ രീതിയിൽ അതിനെ അന്വേഷിച്ച് നമുക്കിരിക്കാം, നമ്മുടെ രീതിയിൽ ഉപാസന ചെയ്യാം. മറ്റുള്ളത് അതല്ല. അതുകൊണ്ട് രാമകൃഷ്ണദേവൻ ഒരു കഥ പറയുമ്പോൾ ഈ ഹിന്ദു മതം എന്ന് പറയുന്നത്, ഈ സനാതന ധർമ്മം എന്ന് പറഞ്ഞ ഒരു വലിയൊരു പല സൈസില് തൊപ്പികൾ വിൽക്കുന്ന ഒരു കടയാണെന്ന് പറയും. പക്ഷെ മറ്റു മതങ്ങളൊക്കെ അങ്ങനെയല്ല. അവിടെ ഒരേ വലിപ്പത്തിലുള്ള തൊപ്പികളേ ഉള്ളൂ, ക്യാപ്പ്. തല ചെറുതായാലും വലുതായാലും അതെടുത്ത് വെച്ചിട്ട് പൊക്കോളണം. ഇവിടെ അങ്ങനെയല്ല, നമുക്കിടെ തലയ്ക്ക് അനുസരിച്ചുള്ള തൊപ്പികൾ നമുക്ക് വെക്കാം. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ അറിവിന്റെ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സും ബുദ്ധിയൊക്കെ എത്രമാത്രം വളർന്നു വരുന്നുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള ഗുരുക്കന്മാര്, അതിനനുസരിച്ചിട്ടുള്ള അറിവുകൾ ഇവിടെ ഉണ്ട്. നമുക്ക് അങ്ങ് അനന്തമായിട്ടുള്ള അറിവ് ഇവിടെ കിടപ്പുണ്ട്. അത് നമുക്ക് എടുക്കാം, സ്വീകരിക്കാം. ഇപ്പോ വേദാന്തം ജ്ഞാനം മനസ്സിലാവാത്ത ആളുകൾക്ക് അവർക്ക് ഭക്തിയാണെങ്കിൽ അവർക്ക് അവിടെ വെച്ച് പൂജിച്ച് ആ രീതിയിൽ അവർക്ക് രക്ഷപ്പെട്ടു പോകാം. ഇനി അതൊന്നും വേണ്ട, അവർക്ക് യോഗ മാർഗത്തിലാണ് പോകേണ്ടത്, അവർക്ക് ആ വഴിക്ക് പോകാം. ഇനി ഇതൊന്നും വേണ്ട, എനിക്ക് നിഷ്കാമ കർമ്മം ചെയ്ത് എനിക്ക് കർമ്മയോഗത്തിലൂടെ പോയാൽ മതി, അതിൽ വഴിക്ക് പോകാം. മറ്റുള്ള സ്ഥലത്ത് അത് പറ്റില്ല. മറ്റുള്ള ഏത് മതത്തിൽ നോക്കിയാലും അവർക്ക് അവരുടേതായിട്ടുള്ള ചില വേലിക്കെട്ടുകളുണ്ട്. ആ വേലിക്കെട്ടുകളുടെ അകത്ത് നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ അതിന് പുറത്തു പോകണം എന്നാണ് അവരുടെ. പുറത്തു പോകാൻ അവർ സമ്മതിക്കത്തുമില്ല. അപ്പൊ അത്രമാത്രം സ്വാർത്ഥത അവിടെ, സ്വാതന്ത്ര്യമില്ല. ചിന്തിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ല, ജീവിക്കാനും സ്വാതന്ത്ര്യമില്ല. അത് ഇവിടെ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിനെ നമ്മൾ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു അപകടമുണ്ട് ഇതിനകത്ത്. ഹരി ഓം. നമുക്ക് ക്ലോസ് ചെയ്യാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.